സ്ട്രേറ്റ് വാളം കെട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഇവിടെ സെറ്റാക്കി വെച്ചത്? ഇങ്ങനെ എന്ത് കുറയും? പ്രഷർ കുറയും. കാരണം മേ ബി ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം കുറച്ചുകൂടി ഒരു വെള്ളത്തിന് തിരുമാനം ഇത് കട്ട് ചെയ്യുന്നൊരു രീതിയിൽ അന്ന് ആരെങ്കിലും ഇത് ചെയ്തത് കൊണ്ട് മേ ബി അത് വരുന്ന തിരമാലേനോട് കൂടിയിട്ട് ഒരു ശക്തമായ തിരമാല ആവാൻ. നമ്മളിപ്പോ കുറെ നേരമായില്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറെ നേരമായി ചിന്തിക്കുന്നു, ഇത് എന്തിനാണ് ഇങ്ങനെ കല്ല് ചെതറിട്ട് അല്ലെങ്കിൽ വെറുതെ വലിച്ചിട്ട് പോലട്ടെ ഒരുപാട് വലിയ കല്ലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിടാൻ എന്തൊരു ചിലവുണ്ടാവും. ശരിക്കും ഇവർക്ക് ഇവിടെ ഒരു നല്ലൊരു സ്ട്രേറ്റ് വാളം കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീടിനൊക്കെ കിട്ടുന്ന ഒരു ചുറ്റുമതിൽ പോലെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു സെപ്പറേഷൻ ആവില്ലേ? അപ്പോൾ ഇതിവിടെ ഇതാ എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം ഓരോ കല്ലിൻ്റെ സൈസ് ഇവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടും ചിലവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഇവിടെ സെറ്റാക്കി വെച്ചത്? ഇങ്ങനെ അപ്പം ഞാൻ ആലോചിച്ചു, വെറുതെ ഒരാൾ നമ്മളെ ഒരു ഫ്ലാറ്റ് വോള് കെട്ടുന്നതിന് പകരം ഈ സാധനം കൊണ്ടുവിട അതിന് തുനിയൊന്നും തോന്നുന്നുണ്ടോ? ഇല്ല, എന്തായാലും ഇല്ല. അപ്പോൾ മേ ബി അതിൻ്റെ ഒരു കാരണം ഇതായിരിക്കും. ഈ ഫ്ലാറ്റ് വോളാകുമ്പോൾ അതിനാകെ അതിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമേ അതിനുണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഇതാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ സർഫസ് ഏരിയ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഈ സർഫസ് ഏരിയ കൂടുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം, സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. കാരണം ഫോഴ്സ് എന്തായാലും രണ്ടിന്റെ മേലെ അടിക്കുന്ന തിരമാലേന്റെ ഫോഴ്സ് അല്ലേ, രണ്ട് സെയിം ആയിരിക്കും. പക്ഷെ അതിന്റെ മേലുള്ള എന്ത് കുറയും? പ്രഷർ കുറയും. കാരണം സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, വോളിന്റെ മേലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വോളിന്റെ മേലെ അടിക്കുന്ന അത്ര ഒരു പ്രഷറിൽ ഇവിടെ ഉണ്ടാവില്ല. അതായിരിക്കും ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ അടുപ്പിച്ചല്ലാലോട്ട് ഇതിന്റെ ഇടക്കെല്ലാം ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കൊടുത്താണെന്നുണ്ടാവും. കല്ലാന്നേരം അത് നോർമലി എന്തായാലും ഉണ്ടാവും. അപ്പം ഈ വരുന്ന ശക്തിയിൽ വരുന്ന വെള്ളം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പിന്റെ ഉള്ളിലേക്കും കൂടി കയറുമല്ലോ. അപ്പൊ ആ ഫോഴ്സ് ആ രീതിയിലും കൂടി ഒന്ന് കുറക്കാനുള്ള ഒരു മെക്കാനിസം ഇവിടെ ഇല്ലേ? അതുകൊണ്ട് അപ്പോൾ മേ ബി ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം കുറച്ചുകൂടി ഒരു സേഫ്റ്റിയിൽ പ്രഷർ കുറച്ചുകൊണ്ട് വോളിനേക്കാളും നല്ലത് ഇതായത് കൊണ്ടാവാം. പിന്നെ ശ്രദ്ധിച്ചെന്നാണ് ഈ കല്ലുകൾക്കൊക്കെ എല്ലാ കല്ലുകൾക്കും അതിൻ്റെതായ എഡ്ജുകളുണ്ട്. ഈ വെള്ളത്തിന് തിരുമാനം ഇത് കട്ട് ചെയ്യുന്നൊരു രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും ഒരു മേ ബി ഒരു കാരണം. പിന്നെ നോക്കി കല്ല് ഉപയോഗിച്ചതിനെ കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഇടയിൽ കുറെ സ്പേസുകൾ പറഞ്ഞില്ലേ, ആ നെണ്ടിനെ കണ്ടോ? അതേപോലെ ഒരുപാട് ജീവികള് ഈ ഒരു ബയോളജി കൂടി ജീവിക്കാനുള്ള സ്പേസ് ഇതായി മാറി അതും കൊടുക്കുന്നുണ്ട്. അന്ന് ആരെങ്കിലും ഇത് ചെയ്തത് കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ഒരു എക്കോസിസ്റ്റം തന്നെ അവിടെ ബിൽഡ് ചെയ്തെടുത്തു. അതെ, അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. കാരണം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വോളാകുമ്പോൾ അതിമേലേക്ക് ശക്തിയിൽ തിരമാല വന്ന് അടിക്കുന്നു. അപ്പൊ തിരിച്ച് അതേപോലെ റിഫ്ലക്റ്റഡ് ആയിട്ട് അത് തിരിച്ചു പോകുന്നു. മേ ബി അത് വരുന്ന തിരമാലേനോട് കൂടിയിട്ട് ഒരു ശക്തമായ തിരമാല ആവാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇതാകുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാല് ഇത് തട്ടിയതിനു ശേഷം ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് അങ്ങ് ചെതറുക. അപ്പൊ ഒരു കറക്റ്റ് ഒരു പക്ക റിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പരിപാടി ഇവിടെ എടുത്തു വെച്ചത്. സേഫ്റ്റിയാണ്, ഒരു പുതിയ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. അതെ, അടിപൊളിയാണ്.